മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. പൂവേണോ പൂവ്, പൂവേണോ പൂവ്, മല്ലിപ്പൂ ജമന്തിപ്പൂ ചെത്തിപ്പൂ എല്ലാം ഉണ്ട്. മുത്തശ്ശി പൂ വേണോ? പൂക്കളം ഒരുക്കണ്ടേ മുത്തശ്ശിക്ക്? പൂ വേണം കുട്ടിയെ. നല്ലതാണോ? നല്ലതാ മുത്തശ്ശി. ഒരു വട്ടിക്ക് 100 രൂപ. 100 രൂപയോ? അത് ലേശം കൂടുതലല്ലേ? ഓണല്ലേ മുത്തശ്ശി? ആ, ഒരു വട്ടി എടുത്തോളൂ. ശരി മുത്തശ്ശി, ഇനി പോയിട്ട് വരാം. പൂ വേണോ പൂവ്, പൂ വേണോ പൂവ്. എന്തിനാ മുത്തശ്ശി ഈ പൂക്കൾ? മക്കളെ, ഇത് ഓണക്കാലമാണ്. അത്തം പത്തോണം എന്നാണ് ചൊല്ല്. എന്തിനാ മുത്തശ്ശി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? നാം ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ വരവേൽക്കാനാണ്. മഹാബലിയോ? അതാരാണ് മുത്തശ്ശി? ആ കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ മുത്തശ്ശി? വരൂ മക്കളെ, മുത്തശ്ശി പറഞ്ഞു തരാം. ആ കഥ മുത്തശ്ശി പറഞ്ഞു തരാം. വരൂ. പണ്ട് പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി. മഹാബലിയുടെ ഭരണകാലത്ത് നാടെങ്ങും സമ്പൽ സമൃദ്ധിയിലായിരുന്നു. അവിടെ കള്ളവും ചതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുപോലെയായിരുന്നു. മഹാബലിയുടെ ഭരണം ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാക്കി. മഹാബലി സ്വർഗവും കൂടി സ്വന്തമാക്കുമോ എന്ന് ഭയന്ന് ദേവന്മാരിൽ ദേവനായ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ മഹാബലിയുടെ അടുത്തെത്തി. തനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദയാലുവായ മഹാബലി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാൻ അനുവാദം നൽകി. ഉടനെ വാമനൻ ആകാശത്തോളം വളർന്ന് സ്വർഗവും നരകവും എല്ലാം അളന്നെടുത്തു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലെന്ന് അപേക്ഷിച്ച വാമനനോട് തന്റെ ശിരസിൽ 3ാമത്തെ അടി അളന്നെടുത്തുകൊള്ളുവാൻ ആവശ്യപ്പെട്ട മഹാബലിയുടെ ധർമ്മിഷ്ഠതയിൽ സന്തോഷവാനായ വാമനൻ അദ്ദേഹത്തിന്റെ ആഗ്രഹമായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം നൽകിയ ശേഷം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അങ്ങനെയാണ് നാം എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി നമ്മെ കാണാൻ വരുമെന്ന വിശ്വാസത്തോടെ ഓണം ആഘോഷിക്കുന്നത്. നല്ല കഥ മുത്തശ്ശി. പിന്നെ എന്തൊക്കെയാണ് മുത്തശ്ശി ഓണത്തിന്റെ വിശേഷങ്ങൾ? ഇനിയും ധാരാളം വിശേഷങ്ങളുണ്ട്. മുത്തശ്ശി എല്ലാം പറഞ്ഞു തരാം. വരൂ മക്കളെ. ഓണത്തിന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുത്തനുടുപ്പിട്ട് പൂക്കളൊക്കെ പറിച്ച് മുറ്റത്ത് പൂക്കളിടുന്നു, ഊഞ്ഞാലാടുന്നു, തിരുവാതിര കളിക്കുന്നു. എന്ത് രസാന്നോ! ഇതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലോ ഓലനും അച്ചാറും കിച്ചടിയും കാളനും പ്രഥമനും എല്ലാം കൂട്ടിയുള്ള വിഭവസമൃദ്ധമായ സദ്യ. ഹായ്, എനിക്കെല്ലാം കാണണം മുത്തശ്ശി. ആ മക്കളെ, എല്ലാം മുത്തശ്ശി കാണിച്ചു തരാം. ദാ കണ്ടോളൂ.
ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമാ പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമാ നെയ്യാര തുഴ വീശി നെയ്യാറിൻ തിര തല്ലി തമ്പേറിൻ തുടി കൊട്ടി അമ്പേറിൻ